ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവാചകരെ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ദിവ്യബോധനത്തിലൂടെ താങ്കൾക്ക് നൽകിയിട്ടുള്ളതൊക്കെയും എടുത്തുകളയാം, പിന്നെ നമുക്കെതിരെ അത് തിരിച്ചു വാങ്ങിത്തരാൻ ഒരു രക്ഷകനെയും കണ്ടെത്തുകയില്ല എന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഖുർആൻ മാഞ്ഞു പോകുന്ന, ഖുർആൻ മനസ്സുകളിൽ നിന്ന് ഇല്ലാതെയാകുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, പേടിക്കണം. അങ്ങനെ ഒരു കാലം വരും എന്നൊക്കെയുള്ളത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. തുടർന്ന് 87-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇല്ലാ റഹ്മതൻ മിർ റബ്ബിക് ഇന്ന ഫളഹു കാന അലൈക കബീറ. താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്തും താങ്കളുടെ റബ്ബിൻ്റെ കാരുണ്യത്താൽ മാത്രമാകുന്നു. താങ്കളോടുള്ള അവൻ്റെ ഔദാര്യം തീർച്ചയായും വളരെ വലുതാകുന്നു എന്ന വിഷയമാണ്. ഖുർആൻ മാഞ്ഞുപോകാതെ താങ്കളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തി എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ട വലിയൊരു സംഗതിയാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അങ്ങനെ ചെയ്തിട്ടില്ല. മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത ഒരു അനുഗ്രഹം കൂടിയാണ്. എന്നല്ല, താങ്കൾ എന്തെല്ലാം ലഭിച്ചുവോ അത് താങ്കളുടെ റബ്ബിൻ്റെ കൃപയാൽ മാത്രം ലഭിച്ചിട്ടുള്ളതാകുന്നു. താങ്കളെ പ്രവാചകനാക്കി, താങ്കൾക്ക് ഗ്രന്ഥമിറക്കി, മറ്റു ഒട്ടേറെ അനുഗ്രഹങ്ങളും ശ്രേഷ്ഠതകളും നൽകി, ആ അനുഗ്രഹങ്ങളെല്ലാം വലുതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു ഉദ്ദേശം, പ്രവാചകനല്ല ഈ ഖുർആൻ കൊണ്ടുവരുന്നത്. പ്രവാചകനെ പ്രവാചകനാക്കിയത് അള്ളാഹുവാണ്. എല്ലാ നിഅ്മത്തുകളും അള്ളാഹുവാണ് നൽകുന്നത്. ഖുർആൻ അടക്കമുള്ള നിഅ്മത്തുകൾ റബ്ബിൻ്റേതാണ്. നിങ്ങൾ പ്രവാചകനോട് റൂഹിനെക്കുറിച്ചും പലതിനെക്കുറിച്ചും ചിന്തിച്ച് പ്രവാചകനെ ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കേണ്ടതില്ല. കൃത്യമായി പ്രവാചകൻ പറഞ്ഞതുപോലെ, ഇതൊക്കെ എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളാണ്, ഞാൻ പറയുന്നതല്ല, എനിക്ക് അള്ളാഹു നൽകുന്നതാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത്, ഞാൻ നിങ്ങൾക്കുള്ള ഒരു പ്രവാചകനാണ് എന്നുകൂടി ഇത് അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 88-ാമത്തെ സൂക്തത്തിൽ, കുല്ല ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅ്തൂന ബിമിസ്ലി വലൗ കാന ബഅ്ളുഹും ലിബഅ്ളിൻ വഹീറ. താങ്കൾ പറയുക, ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലും സാധിക്കുകയില്ല. അവരൊക്കെയും പരസ്പരം സഹായിച്ചാലും ശരി, അത് സാധിക്കാത്ത ഒരു കാര്യമാണ്. ഖുർആനെക്കുറിച്ചുള്ള ചർച്ച തന്നെയാണ് തുടരുന്നത്. ഖുർആൻ പ്രവാചകൻ കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞു വരുത്തുന്നവർക്കുള്ള മറ്റൊരു മറുപടി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ധിഷണ പാഠവും സാഹിത്യ കഴിവുകളുമുള്ള മനുഷ്യരും നിങ്ങൾക്ക് അദൃശ്യ വിവരങ്ങൾ എത്തിക്കുന്നവരെന്ന് നിങ്ങൾ കരുതുന്ന ജിന്നുകളും ഒന്നിച്ച് ശ്രമിച്ചാലും പരസ്പരം സഹായിച്ച് പ്രവർത്തിച്ചാലും ഈ ഖുർആൻ പോലെ ഒരു കൃതി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മനുഷ്യരെയും ജിന്നുകളെയും ഒന്നിച്ചാണ് ഇവിടെ അള്ളാഹു വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 10 സൂറത്തുകൾ കൊണ്ടുവരൂ, അത് സാധിക്കില്ലെങ്കിൽ ഒരധ്യായമെങ്കിലും കൊണ്ടുവരൂ എന്നൊക്കെ ഖുർആൻ വെല്ലുവിളിച്ചിരുന്നു. സൂറത്ത് അത്തൂറിലെ 34-ാമത്തെ സൂക്തത്തിൽ ഫൽയഅ്തു ബിഹദീസിൻ മിസ്ലിഹി, അതുപോലെയുള്ള ഒരു വചനം കൊണ്ടുവരൂ എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും സാഹിത്യ സാമ്രാട്ടുകളും കവികളും രചനാ വൈഭവത്തിൻ്റെ കുലപതികളുമായിട്ടുള്ള ഒരു സമൂഹത്തോടാണ് ആവശ്യകാലം അനുവദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വെല്ലുവിളി ഉണ്ടായത്. പക്ഷേ ഇന്നുവരെ മനുഷ്യൻ അതിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഖുർആൻ എന്ന ദിവ്യവചനങ്ങളുടെ രചനാപരമായ ഭദ്രത, അതിൻ്റെ സാഹിതി ഭംഗി, അനന്യമായ അതിൻ്റെ ശൈലി, സുഭദ്രമായ ജീവിത വീക്ഷണം, ചരിത്ര വിശകലനം, ജീവിത മാർഗത്തെക്കുറിച്ചുള്ള ദർശനം, അതിൻ്റെ സമഗ്രത തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുള്ള ഖുർആൻ പോലെയുള്ള ഒരു കൃതി കൊണ്ടുവരുവാൻ നിങ്ങൾ ആര് വിചാരിച്ചാലും സാധ്യമല്ല എന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിതമായി പറഞ്ഞിരിക്കുകയാണ്. 89-ാമത്തെ ആയത്തിൽ പറയുന്നത്, വലഖദ് സർറഫ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ
ഫഅബ അക്സറുന്നാസി ഇല്ലാ കുഫൂറ. നാം ഈ ഖുർആനിൽ വിവിധ ഉപമകളിലൂടെ ജനങ്ങളെ കാര്യം ധരിപ്പിച്ചു. പക്ഷേ അധിക ജനവും നിഷേധത്തിൽ തന്നെ ഉറച്ചു നിന്നു എന്ന കാര്യമാണ്. വലക്കത് സ്വറഫ്ന, ഈ ഖുർആനിൽ പലവിധം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി പല രീതികളും ശൈലികളും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ സാക്ഷ്യങ്ങളുണ്ട്, ഉത്ബോധനങ്ങളുണ്ട്, കഥകളുണ്ട്, ഉപമകളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്, താക്കീതുകളുണ്ട്, ഉപദേശങ്ങളുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഖുർആൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനുഷ്യർക്ക്. ശാസനകളും നിരോധനങ്ങളുമുണ്ട്, ഭീഷണിപ്പെടുത്തലുണ്ട്, കൊതിപ്പിക്കലുണ്ട്. പല വിഷയങ്ങളിലൂടെ പല ശൈലിയിലൂടെ ഖുർആൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യരുടെ ബുദ്ധിശക്തി, അതുപോലെ ഗ്രഹണശേഷി, സ്വീകാര്യത എന്നൊക്കെ പറയുന്നത് വ്യത്യസ്ത മാനദണ്ഡങ്ങളിലും അളവുകളിലും ഉള്ളതായതുകൊണ്ട് തന്നെ ഖുർആൻ എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഇത് മനസ്സിലാവട്ടെ എന്നതാണ് ഉദ്ദേശം. ലിന്നാസി അഥവാ സർവ്വ മനുഷ്യർക്കും എന്നാണ് ഇവിടെ ഉപയോഗിച്ചത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ മനുഷ്യരും ഖുർആനിൻ്റെ അഭിസംബോധിതരാണ്. ഖുർആനിൻ്റെ വാഹകർ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ലഭിച്ചിട്ടില്ലാത്തവർക്ക് അവർ എത്തിച്ചു കൊടുക്കണമെന്നത് വിശുദ്ധ റമദാനിൽ, വിശുദ്ധ ഖുർആനിൻ്റെ മാസത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഏത് വിധേന, ഏത് ശൈലിയിൽ, ഇവിടെ ഖുർആൻ പറഞ്ഞതുപോലെ പല ശൈലിയിൽ നാം അത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മാന്യമായ വ്യത്യസ്തമായ രീതികളിൽ ജനങ്ങളിലേക്ക് നമ്മൾ ഖുർആൻ എത്തിക്കേണ്ടതുണ്ട്. പലവിധം ഖുർആൻ വിശദീകരിച്ചിട്ടും അധിക മനുഷ്യരും നിഷേധത്തിൽ തന്നെ ഉറച്ചു നിന്നു. അതായിരുന്നു ആകെയുള്ള ഫലം എന്ന് ഖുർആൻ ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് ഖുർആൻ ഇറങ്ങിയ കാലത്തും ഇന്നും അങ്ങനെ തന്നെയാണ്. അബ എന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമുള്ള നിഷേധമാണ്. മനസ്സിലാക്കാത്തവർ ഈ ഗണത്തിൽ പെടില്ല. അപ്പോൾ ഖുർആൻ ആരാണ് അവർക്ക് എത്തിക്കേണ്ടത്? അത് നമ്മുടെ ബാധ്യതയാണ് എന്നുകൂടി നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 90-ാമത്തെ ആയത്തിൽ വഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ. അവർ പറഞ്ഞു, നീ ഞങ്ങൾക്കായി ഭൂമി പിളർന്ന് ഒരു നീർച്ചാൽ ഒഴുക്കുന്നത് വരെ ഞങ്ങൾ നിന്റെ സന്ദേശം വിശ്വസിക്കുന്നതല്ല. 90 മുതൽ 93 വരെയുള്ള ആയത്തുകളിൽ പ്രവാചകനെ വിശ്വസിക്കണമെങ്കിൽ സത്യനിഷേധികൾ കുറേ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതാണ് സൂചിപ്പിക്കുന്നത്. 90-ാമത്തെ ഈ ആയത്തിൽ പറയുന്നത്, നീ ഈ മരുഭൂമിയിൽ ഞങ്ങൾക്കൊരു നീരുറവ പ്രവഹിപ്പിച്ചു തരണം, എങ്കിലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. മരുഭൂമിയിലെ വളരെ പ്രധാനപ്പെട്ടതാണ് ജലം എന്ന് പറയുന്നത്. ചുട്ടുതപിക്കുന്ന മരുപ്പറമ്പിൽ വെള്ളം പൊട്ടിയൊഴുകുന്ന ഒരു നീരുറവ ഉണ്ടാക്കുന്നത് അസാധ്യം തന്നെയാണ്. ഒഴുകുന്ന പുഴകൾ അവർ ആവശ്യപ്പെട്ടതായി അടുത്ത ആയത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അസാധ്യമാണെന്ന് അവർ കരുതുന്ന കുറേ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അത് തന്നാലേ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന ഒരു സ്റ്റെപ്പിലേക്ക് അവർ പോയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 91-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഅനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. അല്ലെങ്കിൽ നിനക്ക് ഈത്തപ്പഴവും മുന്തിരിയും നിറഞ്ഞ ഒരു തോട്ടമുണ്ടാവട്ടെ, അതിൽ നീ നദികൾ ഒഴുക്കുകയും വേണം. നേരത്തെയുള്ള ആയത്തിൽ ഭൂമി പിളർന്ന് ഒരു നീർച്ചാൽ ഒഴുകുന്നത് വരെ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അടുത്ത ആവശ്യം, നിനക്കവിടെ ഈത്തപ്പനയും മുന്തിരിയും തോട്ടങ്ങൾ ഉണ്ടാവണം, ആ 2 തോട്ടങ്ങൾക്കിടയിലൂടെ നീ നദികൾ ഒഴുക്കണമെന്ന് സത്യനിഷേധികൾ പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്. തുടർന്ന് 92-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്, ഔ തുസ്കിത സമാഅ കമാ സഅംത അലൈനാ കിസഫൻ ഔ തഅതി ബില്ലാഹി വൽ മലായികതി ഖബീല. അതല്ലെങ്കിൽ നീ വാദിക്കും പോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണങ്ങളായി വീഴ്ത്തുകയോ ദൈവത്തെയും മലക്കുകളെയും ഞങ്ങളുടെ മുന്നിൽ നേരിട്ട്
കൊണ്ടുവരികയോ ചെയ്യുക എന്ന ഒരു ആവശ്യമാണ്. അന്ത്യനാളിൽ ആകാശം പിളരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞിരുന്നു. അതാണ് നീ ജൽപ്പിച്ചതുപോലെ ഇപ്പോൾ ആകാശത്തെ കഷ്ണങ്ങളായി ഞങ്ങൾക്ക് മീതെ വീഴ്ത്തിക്കാണിക്കൂ എന്ന് അവർ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അടുത്ത ആവശ്യം അള്ളാഹുവിനെയും മലക്കുകളെയും കൂട്ടത്തോടെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരൂ എന്നതാണ്. 93-ാമത്തെ സൂക്തത്തിൽ വേറെ കുറെ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫിൻ ഔ തർഖാ ഫിസ് സമാഇ വലൻ നുഅ്മിന ലിറുഖിയ്ക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖ്റഉ ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. അതുമല്ലെങ്കിൽ നിനക്ക് സ്വർണമാളികയുണ്ടാവട്ടെ, അല്ലെങ്കിൽ നീ മാനത്തേക്ക് കയറിപ്പോവുക, ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം നീ ഇറക്കിക്കൊണ്ടുവരുന്നത് വരെ നിന്റെ ആകാശ ആരോഹണവും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. പ്രവാചകരെ, അവരോട് പറയുക, എൻ്റെ നാഥൻ പരിശുദ്ധനത്രേ, ഞാനോ ദൈവദൂതനായ ഒരു മനുഷ്യനല്ലാതെ മറ്റെന്തെങ്കിലുമാണോ എന്നും അവരോട് ചോദിക്കുക. കുറെ ആവശ്യങ്ങൾ നേരത്തെ ഉന്നയിച്ചു. ഇനി അതൊന്നും പറ്റില്ലെങ്കിൽ നിനക്ക് ഒരു സ്വർണ്ണക്കൊട്ടാരം ഉണ്ടാവട്ടെ, അതുമല്ലെങ്കിൽ നീ വാനലോകത്തേക്ക് കയറിപ്പോകണം, അതുപോരാ അവിടെ നിന്ന് ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഇറക്കിത്തരണം, ഇല്ലെങ്കിൽ നിന്റെ ആകാശ ആരോഹണവും ഞങ്ങൾ വിശ്വസിക്കുന്നതല്ല. ഈ ദൃഷ്ടാന്ത ആവശ്യങ്ങൾക്കെല്ലാം ഒറ്റ വാക്കിൽ മറുപടി പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. എന്താണ് പറയേണ്ടത്? പ്രവാചകരെ, അവരോട് പറയുക, എൻ്റെ നാഥൻ പരിശുദ്ധനത്രേ, ഞാനാകട്ടെ സന്ദേശവാഹകനായ ഒരു മനുഷ്യനല്ലാതെ മറ്റാരെങ്കിലുമാണോ എന്നും അവരോട് ചോദിക്കുക. 3 പ്രസക്തമായ മറുപടികൾ ഈ വാക്യങ്ങളിൽ ഉണ്ട്. ഒന്ന്, പ്രപഞ്ചമാസകലം അടക്കി ഭരിക്കുന്ന സ്രഷ്ടാവായ റബ്ബിനോട് ആവശ്യപ്പെടാവുന്ന സംഗതികളാണോ ഇതൊക്കെ? അവൻ എത്രമാത്രം പരിശുദ്ധനാണ്! നിങ്ങളുടെ ഈ ഒരു ശൈലിയും രീതിയും ചോദ്യങ്ങളുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയാൻ പറ്റുന്നതാണോ? അവൻ എത്ര പരിശുദ്ധനാണ് എന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞാനാകട്ടെ കേവലം ഒരു മനുഷ്യനാണ്, അല്ലാതെ അത്ഭുതങ്ങൾ കാണിക്കാൻ വന്ന മായാജാലക്കാരനോ അമാനുഷികമായിട്ടുള്ള ശക്തിയുള്ള ആളോ അല്ല. മൂന്നാമത്തെ വിഷയം, ഞാൻ റബ്ബിൻ്റെ റിസാലത്ത് അഥവാ സന്ദേശം നിങ്ങൾക്കെത്തിക്കുന്ന റസൂലാണ്, ദൂതനാണ്. നിങ്ങൾ ചോദിച്ചതിന് അള്ളാഹു ഒരുപക്ഷേ മറുപടി നൽകാതിരിക്കാം. അതൊന്നും എൻ്റെ അധികാരത്തിലോ കഴിവിലോ പെട്ടതല്ല. അതൊന്നും ഒരു പ്രവാചകന്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടതുമല്ല. ഈ മറുപടികൾ അവരുടെ ഒരുപാട് ജൽപ്പനങ്ങളെയും കുതന്ത്രങ്ങളെയും കുബുദ്ധിയെയും ഒറ്റയടിക്ക് തകർത്തു കളഞ്ഞു എന്നതാണ് ഈ ആയത്തിൻ്റെ ഒരു സവിശേഷത. 94-ാമത്തെ സൂക്തത്തിൽ വമാ മനഅന്നാസ അൻ യുഅ്മിനു ഇദ് ജാഅഹുമുൽ ഹുദ ഇല്ലാ അൻ ഖാലു അബ്അസല്ലാഹു ബശറർ റസൂല. പ്രവാചകരെ, അവരോട് പറയുക, ജനങ്ങൾക്ക് സന്മാർഗം വന്നെത്തിയപ്പോഴൊക്കെ അത് വിശ്വസിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിട്ടുള്ളത് അള്ളാഹു മനുഷ്യനെ ദൂതനായി അയച്ചുവെന്നോ എന്ന വാദം തന്നെയായിരുന്നു. അള്ളാഹു തൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് തൻ്റെ സന്മാർഗം എത്തിക്കാൻ സ്വീകരിച്ച വഴി മനുഷ്യർക്കിടയിൽ നിന്ന് തന്നെ സച്ചരിതരായ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് അവരിലൂടെ ആ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുക എന്നതാണ്. എന്നാൽ അത്തരം മനുഷ്യരായ പ്രവാചകന്മാരെ സ്വീകരിക്കാൻ മുമ്പും ജനങ്ങൾ വിമുഖത കാട്ടിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വന്നപ്പോൾ തന്നെ അത് വീണ്ടും സംഭവിച്ചു. ആ പശ്ചാത്തലത്തിലാണ് അള്ളാഹു അക്കാര്യം ഒന്നുകൂടി അവരോട് വ്യക്തമാക്കുന്നത്. മർത്യനെ ദൂതനായി അയച്ചുവെന്നോ എന്ന ചോദ്യവും വാദങ്ങളുമാണ് സന്മാർഗത്തിൽ നിന്ന് അവരെ തടയുന്നത് എന്നത് കഷ്ടതരമായ ഒരു കാര്യമാണ്. സ്രഷ്ടാവിൽ നിന്ന് വന്ന സന്മാർഗം എന്താണെന്നല്ല, ആരാണ് കൊണ്ടുവന്നത് എന്നാണ് അവർ നോക്കുന്നത്.
അങ്ങാടിയിൽ നടക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യനാണോ പ്രവാചകനായി വന്നത് എന്നതിലാണ് അവരുടെ പ്രശ്നം. ആ പ്രവാചകൻ മലക്കല്ല, കൊട്ടാരമില്ല, സമ്പൽ കൂമ്പാരമില്ല എന്നൊക്കെയാണ് അവർ പ്രശ്നമാക്കുന്നത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് പ്രവാചകനിൽ വിശ്വസിച്ച ജനങ്ങൾ തന്നെ പിന്നീട് പ്രവാചകൻ്റെ ആളത്വം ഉൾക്കൊള്ളാതെ പ്രവാചകനെ ദൈവപുത്രനും ദൈവം തന്നെയുമാക്കുന്ന സംഭവങ്ങൾ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവം അദ്ദേഹത്തിൽ അവതരിച്ചിരിക്കുന്നു, ദൈവാവതാരങ്ങളാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നു. വേണ്ട, ചിലർ പ്രവാചകനെ വല്ലാതെ ഉയർത്തി മനുഷ്യത്വ പദവി പല നിലക്കും നിഷേധിക്കുന്നിടത്തേക്കും കാര്യങ്ങൾ എത്തുന്നു. മനുഷ്യൻ്റെ ഒരു വലിയ ദൗർബല്യം തന്നെയാണ് ഇക്കാര്യം എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ എടുത്തു പറയുകയാണ്. 95-ാമത്തെ സൂക്തത്തിൽ ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീന ലനസ്സൽന അലൈഹിം മിനസ് സമാഇ മലകൻ റസൂല. അവരോട് പറയുക, ഭൂമിയിൽ ശാന്തരായി ചരിക്കുന്ന മലക്കുകളാണുള്ളതെങ്കിൽ തീർച്ചയായും നാം ആകാശത്ത് നിന്ന് മലക്കിനെ തന്നെ അവർക്ക് ദൈവദൂതനായി അയക്കുമായിരുന്നു. എന്തുകൊണ്ട് പ്രവാചകന്മാർ മനുഷ്യരായി എന്നതിൻ്റെ കാരണം വ്യക്തമാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ. ഭൂമിയിൽ മനുഷ്യരെ പോലെ ശാന്തരായി ചലിച്ചു കൊണ്ടിരിക്കുന്ന, ജീവിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ നാം ആകാശത്ത് നിന്ന് മലക്കിനെ തന്നെ ദൈവദൂതനായി അയച്ചു കൊടുക്കുമായിരുന്നു. എന്താണ് പ്രവാചകനായി മലക്ക് വരാത്തത് എന്നതിൻ്റെ മറുപടി കൂടിയാണിത്. നമുക്കറിയാം, ഈ വിഷയത്തിൽ മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഈ മറുപടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മലക്കുകൾ മനുഷ്യരെ പോലെയല്ല. പ്രകൃതത്തിലും അസ്തിത്വത്തിലും നിങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല, സംവദിക്കാൻ പറ്റില്ല. വികാര വിഷയങ്ങളിൽ മനുഷ്യരിൽ നിന്ന് ഏറെ വ്യത്യസ്തരാണവർ. അവർ നിങ്ങളെപ്പോലെ ഭൂമിയിൽ ശാന്തരായി ചലിക്കുന്ന പ്രകൃതിക്കാരല്ല. അവരുടെ വേഗതയും നിങ്ങളുടെ വേഗതയും ഒരിക്കലും ഒത്തുപോകില്ല. നിങ്ങൾ തമ്മിൽ ആശയവിനിമയം നടക്കില്ല. ഹൃദയമിണക്കം അതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല. മലക്കിനെ അയച്ചാൽ, ഇനി മലക്കിനെയാണ് അയച്ചത് എന്ന് കരുതുക, പ്രവാചകനെ മനുഷ്യനായി അയക്കുന്നതിന് പകരം. അപ്പോൾ അവർ ചോദിക്കും, മനുഷ്യന്മാരായ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് മലക്കുകളെ അയച്ചത് എന്ന്. ഇതൊക്കെ ഒരു തരത്തിലുള്ള കുരുട്ട് ബുദ്ധികളാണ്, എതിർവാദങ്ങളാണ്, സത്യത്തിൽ നിന്ന് അകന്നു പോകാനുള്ള അവരുടെ ദുർന്യായങ്ങൾ മാത്രമാണെന്നുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പറയുന്നവരും ചോദിക്കുന്നവരും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുമെന്ന് ഇന്നത്തെ വിശ്വാസികൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ഇസ്ലാമിനെയും ഖുർആനിനെയും ഒക്കെ പരിചയപ്പെടുത്തേണ്ടത് എന്നുകൂടി കാലികമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രവാചകൻ്റെ ഉത്തരവാദിത്വം കേവലം ഒരു പോസ്റ്റ്മാനെ പോലെ സന്ദേശം കൈമാറുക എന്നതല്ല. മനുഷ്യർക്കിടയിൽ ജീവിച്ച് ദുഃഖങ്ങളും പ്രയാസങ്ങളും സുഖങ്ങളും ഒക്കെ അനുഭവിച്ച് അവിടെയൊക്കെ ഒരു വിശ്വാസി എങ്ങനെയാകണമെന്ന് ജീവിതത്തിലൂടെ മാതൃക കാണിക്കണം ഒരു പ്രവാചകൻ. മനുഷ്യരെ സാൻമാർഗികമായി ഉയർത്തിക്കൊണ്ടുവരണം. ആദർശത്തിന് വേണ്ടി അവരെ സംഘടിപ്പിക്കണം. അവരെ ഇസ്ലാമിക സമർപ്പണത്തിന് തയ്യാറാക്കണം. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഭൂമിയിൽ മാതൃകയായി ജീവിക്കുന്ന ഒരു പ്രവാചകന് ചെയ്യാനുണ്ട്. അതിനാൽ തന്നെ തെരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ തന്നെയാണ് പ്രവാചകനാകേണ്ടത് എന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. മലക്കല്ല അവിടെ വരേണ്ടത് എന്ന് വളരെ കൃത്യമാണ്. 96-ാമത്തെ ആയത്തിൽ ഖുൽ ഖഫാ ബില്ലാഹി ഷഹീദം ബൈനി വ ബൈനക്കും ഇന്നഹു കാന ബി ഇബാദിഹി ഖബീറൻ ബസീറ. പ്രവാചകരെ, അവരോട് പറഞ്ഞുകൊള്ളുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അല്ലാഹു മതി. അവൻ തൻ്റെ ദാസനെക്കുറിച്ച് തികഞ്ഞ ജ്ഞാനമുള്ളവനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനുമല്ലോ. അപ്പോൾ പല ആവശ്യങ്ങൾ സത്യനിഷേധികൾ ചോദിച്ചു. ഈ വിഷയത്തിൽ ഇനി തർക്കം തുടരേണ്ടതില്ല. അവരോട് പറയേണ്ടത്, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായിട്ട് അല്ലാഹു മതി എന്ന് മാത്രമാണ്. ഈ മറുപടിയിലും ഒട്ടേറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഞാൻ മനുഷ്യനായ ദൈവദൂതനല്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചപ്പോൾ അതിന് ആരാണ് സാക്ഷിയെന്ന് നിഷേധികൾ ചോദിച്ചു. അതിനുള്ള മറുപടിയായിട്ടാണ് ഈ സൂക്തം അവതരിപ്പിച്ചത് എന്ന്
ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിം അതുപോലെയുള്ള മുഫസ്സിറുകളും പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, ആ അള്ളാഹു അയച്ച പ്രവാചകനെയാണല്ലോ അംഗീകരിക്കാതിരിക്കുന്നത്. ആ അള്ളാഹുവിനെ സാക്ഷിയാക്കുകയാണ് ഇവിടെ. നിങ്ങൾ വിശ്വസിക്കുന്ന ആ അള്ളാഹുവിനെ സാക്ഷിയാക്കൂ. എൻ്റെ കാര്യം നമുക്ക് അള്ളാഹുവിലേക്ക് വിടാം. ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞാൽ അവനെ ശിക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സൂറത്തുൽ ഹാഖയിൽ വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ കൂടിയാണ് എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹു മതി എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി കൃത്യമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മുഅ്ജിസത്തുകൾ, ശത്രുക്കൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു നിർത്തിയത് ഒക്കെ ഈ കാലഘട്ടത്തിൽ അള്ളാഹു പ്രവാചകൻ്റെ കൂടെയുണ്ട് എന്നതിൻ്റെ സാക്ഷ്യം തന്നെയാണ്. അതേ അള്ളാഹുവിനെ തന്നെയാണ് ഇവിടെയും സാക്ഷിയാക്കുന്നത്. അത് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല. ഇത്രയും കാലം ആ അള്ളാഹു എൻ്റെ പക്ഷത്താണ്, എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പ്രബോധനം ഇതുവരെ മുടങ്ങിയിട്ടില്ല, നിങ്ങൾ എന്ത് എതിർപ്പ് പ്രകടിപ്പിച്ചാലും. അപ്പോൾ ആ അള്ളാഹുവിനെ തന്നെ നമുക്ക് സാക്ഷിയാക്കാം. അള്ളാഹു തൻ്റെ ദാസന്മാരെക്കുറിച്ച് തികഞ്ഞ ജ്ഞാനമുള്ളവനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനുമാണ് എന്നതും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എത്ര നിഷ്കളങ്കതയോടെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന കാര്യം, നിങ്ങൾ എന്തിൻ്റെ പേരിലാണ്, എന്ത് കാരണത്താലാണ് ആ കാര്യങ്ങളെ എതിർക്കുന്നത് എന്ന കാര്യവും എൻ്റെ റബ്ബിന് നന്നായി അറിയാം എന്ന ഒരു മറുപടി കൂടി അതിൽ ഉണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. 97-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹും ഔലിയാഅ മിൻ ദൂനി വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയൻ വബുക്മൻ വസുമ്മ മഅവാഹും ജഹന്നം കുല്ലമാ ഖബത് സിദ്നാഹും സഈറ. അള്ളാഹു മാർഗദർശനമരുളിയവൻ മാത്രമാകുന്നു സന്മാർഗം പ്രാപിച്ചവൻ. അവൻ വഴികേടിലാക്കിയവരോ അവർക്ക് അവനെ കൂടാതെ ഒരു രക്ഷകനെയും സഹായിയെയും താങ്കൾ കണ്ടെത്തുകയില്ല. പുനരുദ്ധാന നാളിൽ അവരെ നാം മുഖം കുത്തി വലിച്ചിഴച്ച് കൊണ്ടുവരും. അപ്പോഴവർ അന്ധരും ബധിരരും മൂകരും ആയ അവസ്ഥയിൽ ആയിരിക്കും. അവർക്കുള്ള സങ്കേതം നരകമാകുന്നു. അതിലെ തീ അണയുമ്പോഴൊക്കെ നാം അത് കൂടുതൽ കൂടുതൽ ആളിക്കത്തിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഈ ആയത്തിൽ പ്രധാനമായും 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ സന്മാർഗത്തെക്കുറിച്ചാണ്. 2, അത് നിഷേധിച്ചവരുടെ പരലോകത്തിലെ അവസ്ഥ എന്തായിരിക്കും എന്നതാണ്. 3, നരകശിക്ഷയുടെ കാഠിന്യമാണ്. അള്ളാഹു സ്വതന്ത്ര പ്രകൃതം നൽകിയ മനുഷ്യർക്ക് സന്മാർഗം പ്രാപിക്കാനും ദുർമാർഗം തിരഞ്ഞെടുക്കാനും കഴിയുന്നത് ഓരോരുത്തരുടെയും തീരുമാനപ്രകാരവും താല്പര്യപ്രകാരവുമാണ്. സന്മാർഗം സ്വീകരിക്കുന്നവൻ വക്രബുദ്ധിയില്ലാത്തവരും വിനീതരും ശുദ്ധ പ്രകൃതക്കാരും ആയിരിക്കും. അവർക്ക് അള്ളാഹു സന്മാർഗം നൽകും, അതിലേക്കുള്ള മാർഗദർശനം അരുളും. അതൊരു സൗഭാഗ്യമാണ്. അത്തരക്കാർക്ക് മാത്രമേ സന്മാർഗം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓരോരുത്തരുടെയും ധിക്കാരവും നിഷേധ മനോഭാവവും വക്രചിന്തയും അതൊക്കെ കാരണമായി അള്ളാഹു അവരെ മാർഗച്യുതിയിൽ അകപ്പെടുത്തുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. ഇനി ഭൂമുഖത്ത് ഒരു ശക്തിക്കും അവനെ നേർമാർഗത്തിലെത്തിക്കാൻ സാധിക്കില്ല. അള്ളാഹുവിന് അത് സാധിക്കും, പക്ഷേ തീരുമാനമെടുക്കേണ്ടത് മനുഷ്യരാണ്. മടങ്ങാനും ശുദ്ധപ്രകൃതിയിലേക്ക് വരാനും തിരുത്താനും മനുഷ്യൻ തയ്യാറായാൽ അള്ളാഹു അവനെ സന്മാർഗത്തിലാക്കിയേക്കാം. അള്ളാഹുവിനെ കൂടാതെ യാതൊരു രക്ഷകനെയും സഹായിയെയും അവർ കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുകൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്ത്യനാളിൽ അത്തരം അക്രമികളെ അന്ധരും മൂകരും ബധിരരുമായിക്കൊണ്ടാണ് മുഖം കൊത്തി വലിച്ചിഴച്ച് ആണ് അവരെ കൊണ്ടുവരുന്നത് നരകത്തിലേക്കെന്നാണ് തുടർന്ന് പറയുന്നത്. അന്ധതയിൽ അകം കാഴ്ചയുണ്ടാവാം, അതുപോലെ പുറം കാഴ്ചയും ഉണ്ടാവാം. അത് രണ്ടും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ടാകാം. മനുഷ്യന് അള്ളാഹു കണ്ണിൻ്റെ കാഴ്ച നൽകിയത് അള്ളാഹുവിനെ കണ്ടെത്താനാണ്. അകക്കണ്ണുകൊണ്ട് കാണേണ്ട കാര്യങ്ങളുണ്ട്, പുറം കണ്ണുകൊണ്ട് കാണേണ്ട കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂറും ബസീറത്തും അഥവാ ഉൾക്കാഴ്ചയും
നൽകിയത് കൊണ്ടാണ് നമുക്കങ്ങനെ കാണാൻ സാധിക്കുന്നത്. അകക്കണ്ണെന്ന് പറയുന്നത് അതുകൂടിയാണ്. അത് ഉപയോഗപ്പെടുത്താത്തതിൻ്റെ, രണ്ട് കണ്ണും ഉപയോഗപ്പെടുത്താത്തതിൻ്റെ ശിക്ഷയായിട്ടാണ് അന്ധനായി മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഊമകളാക്കാൻ കാരണം ഭൂമിയിൽ സംസാരശേഷി എന്ന് പറയുന്നത് സത്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അവർ സംസാരിച്ചതാവട്ടെ ദൈവനിഷേധമാണ്, ധിക്കാരമാണ്, പരലോക നിഷേധമാണ്. അതിൻ്റെ ശിക്ഷ ചെന്ന ഉടനെ അള്ളാഹു കൊടുക്കുകയാണ്. കാതുകൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കാതിരുന്നത് കൊണ്ടാണ് ബധിരത വരുന്നത്. കാത് കേൾക്കായ്മയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെയും അവരുടെ കാത് അള്ളാഹു അടച്ചു കളയുന്നു എന്നതൊക്കെ ഒരുപക്ഷെ നരകത്തിൽ എറിയപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചില ഘട്ടങ്ങളിൽ വരുന്ന അവസ്ഥയും ആകാം. സത്യനിഷേധികളെ തങ്ങളുടെ മുഖങ്ങളിലായി ഒരുമിച്ച് കൂട്ടും എന്ന് പറയുന്നത് മറ്റൊരു ശിക്ഷയാണ്. അതൊരു നിന്ദ്യതയാണ്, അതൊരു ദുരന്തമാണ്. എങ്ങനെയാണ് മുഖങ്ങളിൽ നടക്കുക എന്ന ചോദ്യത്തിന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, അവരെ കാലുകളിൽ നടത്തിച്ച അള്ളാഹു തന്നെയാണ് അവരെ മുഖങ്ങളിലും നടത്തിക്കുക, അള്ളാഹുവിനത് കഴിയും എന്ന മറുപടിയാണ് പറഞ്ഞത്. മുഖങ്ങളിൽ അവരെ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഭൂമിയിൽ വിനയം കാണിക്കാത്തവരെ അള്ളാഹു മുഖം കുത്തിക്കുകയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതെ നടന്നവർക്ക് റബ്ബിൻ്റെ ശിക്ഷ അവൻ്റെ കോടതിയിൽ എത്തിയ ഉടനെ നൽകുകയാണ്. മനുഷ്യർ കാര്യങ്ങളെ മനസ്സിലാക്കി വിനയാന്യതരായി മടങ്ങാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ മുൻകൂട്ടി അറിയിക്കുന്നത്. നിങ്ങൾ മടങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രക്ഷകനുമില്ലെന്ന് തുറന്നു പറയുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. അവർക്കുള്ള സങ്കേതം, മടക്കസ്ഥലം നരകമാണ് എന്ന് പറയാൻ ഉപയോഗിച്ച പദം മഅ്വ എന്താണ്? സത്യത്തിൽ അഭയസ്ഥാനം എന്ന അർത്ഥമാണ് മഅ്വക്കുള്ളത്. എന്നാൽ ഇവിടെ നിങ്ങളുടെ അഭയസ്ഥാനം നരകമാണെന്ന് പറയുമ്പോൾ ഒരു പരിഹാസോക്തിയോടുകൂടിയാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നരകത്തിലെ അഗ്നി അടങ്ങുമ്പോഴൊക്കെ നാം അത് കൂടുതൽ ആളിക്കത്തിക്കും എന്ന ശൈലി ശിക്ഷയുടെ കാഠിന്യത്തെ കുറിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സത്യനിഷേധികൾ നരകത്തിലെ ഇന്ധനമായി തീരും. നരകത്തീ അവരെ കത്തിക്കുമ്പോൾ അവർ തീക്കട്ടകളായി മാറും. ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. ഏതായാലും നരകവാസികളെ കാത്തിരിക്കുന്നത് കടുത്ത നിന്ദ്യതയും ഒടുങ്ങാത്ത നിരാശയും ഇടതടവില്ലാത്ത നരകശിക്ഷയുമാണ് എന്ന് ഈ സൂക്തങ്ങൾ തെളിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.